പെരുമ്പാവൂർ നഗരസഭ 10ാം വാർഡിലെ ഓണാഘോഷം ആരംഭം 2K25 എന്ന പേരിൽ ആഘോഷിച്ചു. പെരുമ്പാവൂർ നഗരസഭ 10ാം വാർഡിൽ 4ാം തവണയാണ് കൗൺസിലർ KC അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 പൂക്കള മത്സരത്തോടു കൂടി ആരംഭിച്ച ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുവാനായി ആരംഭിച്ച ഘോഷയാത്ര ശ്രദ്ധേയമായി. ശിങ്കാരിമേളം, പുലികളി, മലയാളി മങ്ക തുടങ്ങിയവർ അണിനിരന്നു. ഓണസദ്യ, കലാകായിക മത്സരങ്ങൾ, കാക്കനാട് ശ്രീഭദ്ര ടീമിന്റെ കൈകൊട്ടിക്കളി, കാഞ്ഞൂർ നാട്ടുപൊലിമയുടെ നാടൻപാട്ട്, മലയാളി മങ്ക, പുരുഷകേസരി, വടംവലി തുടങ്ങി നിരവധി കലാ മത്സരങ്ങളും നടന്നു. പൊതുസമ്മേളനത്തിൽ വാർഡ് കൗൺസിലർ KC അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും മാതൃകയാകുന്ന ഒരു ചെറുപ്പക്കാരനായി പ്രിയപ്പെട്ട അരുൺ മാറിയെന്നതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ അരുണിന്റെ വാർഡിലെ ഓരോ പരിപാടികളും, അവാർഡ് ദാനമാകട്ടെ, ഓണാഘോഷമാകട്ടെ, വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിനോദയാത്രയാകട്ടെ, അല്ലെങ്കിൽ അതുപോലെ മറ്റ് മെഡിക്കൽ ക്യാമ്പുകളാകട്ടെ, നിരവധിയായിട്ടുള്ള പരിപാടികൾ ഒരു വാർഡിനകത്ത് ഒരു കൗൺസിലർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിൻ്റെ അങ്ങേയറ്റം 100% പരിപൂർണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും മാതൃക ജനപ്രതിനിധിയാണ് പ്രിയപ്പെട്ട അരുൺ. ഇന്ദിരാ മേഡം വന്നപ്പോൾ തന്നെ എന്നോട് പല പ്രാവശ്യം, ഇപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോഴും ഇവിടെ ഇരുന്നപ്പോഴും അരുണിനെ കേട്ടി നല്ല മിടുക്കനായ ചെറുപ്പക്കാരാണ്, അരുണിനെ പോലുള്ള ആളുകളെയാണ് സമൂഹത്തിന് ഏറ്റവും ആവശ്യം തന്നെ ഇന്ദിരാ മേഡം എന്നോട് പലവട്ടവും പറഞ്ഞതിന്റെ കാരണം അങ്ങനെ മനസ്സിൽ നമുക്ക് തോന്നുകയാണ്. കാരണം ഓരോ വട്ടം നമുക്ക് പറയാൻ തോന്നുന്ന പ്രവർത്തനങ്ങൾ അരുണിൽ ഉണ്ടാവുകയാണ്. കാരണം അത്തരത്തിലാണ് അരുൺ ഈ വാർഡിനെ എന്താ പറയുക, ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ ഉള്ളം കയ്യിൽ 10ാം വാർഡിനെ പരിപൂർണമായി കൊണ്ടു നടന്ന ഒരു പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ്. എനിക്ക് തോന്നുന്നു അരുണിപ്പി പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ, ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വരുമ്പോൾ ചിലപ്പോൾ ജനറൽ സീറ്റ് വനിതയായി മാറും. അല്ലെങ്കിൽ വീണ്ടും ജനറൽ സീറ്റ് ആണെങ്കിൽ സത്യത്തിൽ ഞാൻ വേറെ രാഷ്ട്രീയമൊന്നും അല്ല ഞാൻ പറയുന്നത്, വീണ്ടും ഈ സീറ്റ് ജനറൽ സീറ്റ് ആണെങ്കിൽ അരുൺ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊടുത്ത ആളുകൾ സമ്മതിക്കില്ല, അരുണോട് മത്സരിക്കാൻ പറയും. അത്രയേറെ ജനകീയനായിട്ടുള്ളൊരു കൗൺസിലാണ്. നമുക്കെപ്പോഴും കൂട്ടായ്മകൾ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കോവിഡ് സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വന്നത്. അപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു ഓണാഘോഷം നടത്തണമെന്ന ഒരു ചിന്തയിലൂടെ അന്ന് നമ്മൾ ഈ റോട്ടിൽ ആണ് നടത്തിയത്. ഈ വളവിൽ ഈ തൊട്ട് സൈഡിലാണ് നമ്മൾ നടത്തിയത്. അന്ന് ചെറുതായിട്ട് നമുക്ക് നടത്തി. പിന്നീട് അങ്ങോട്ട് ഈ 4 വർഷവും എത്തിയിടുമ്പോൾ, 4 വർഷവും എത്തിയിടുമ്പോൾ വളരെ ഗംഭീരമായി തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു. ഈ ആഘോഷങ്ങളിലേക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇങ്ങനെ ആഘോഷങ്ങൾ നടത്തുന്നത്? നമ്മൾ കൂട്ടായ്മകൾക്ക് വേണ്ടിയാണ്. ഇന്നത്തെ കാലഘട്ടം അതുപോലെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടായ്മകളില്ല. തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകൾ അങ്ങനെ താമസിക്കുന്ന വെച്ചാൽ പൊതുതലമുറയ്ക്ക് അറിയില്ല. അപ്പോൾ കൂട്ടായ്മകൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ടത് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂടാൻ ഒരു വേദി ഒരുക്കുക എന്നൊരു ലക്ഷ്യത്തോടെ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ സമ്മാനദാനം നിർവഹിച്ചു. ഡോക്ടർ ഇന്ദിര രാജൻ, കൗൺസിലർ KB നൌഷാദ്, ഷെമീന ഷാനവാസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.